ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. മെഡിക്കൽ രംഗത്തെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. ഇത്തവണ വളരെ പുതിയ ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2024 കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് നേടിയ ഒരു സങ്കല്പമാണ് ആൽഫാഫോൾഡ് എന്ന് പറയുന്ന ആൽഗരിതം. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് പ്രോട്ടീനിനെ കുറിച്ചാണ്. ഈ ജൈവ മോളിക്യൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീനുകൾ. പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ എമ്പാടുമുണ്ട്. നമ്മുടെ മാത്രമല്ല, എല്ലാത്തരം ജീവികൾക്കും പ്രോട്ടീൻ ഉണ്ട്. പ്രത്യേകിച്ച് മാമൽസിലും എല്ലാത്തരം മാമൽസിലും പ്രോട്ടീൻ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഭാഗമാണ്. പ്രോട്ടീനുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഘടന നൽകുന്നത്. എനർജിക്ക് വേണ്ടി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ഘടന പ്രധാനമായും പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പം നമ്മുടെ നഖങ്ങൾ, മുടി, അങ്ങനെയുള്ള പല ഭാഗങ്ങളും പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരം പ്രോട്ടീനുകളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള പ്രോട്ടീനുകൾ പ്രകൃതിയിലുണ്ട്. ഈ പ്രോട്ടീൻ മോളിക്യൂളുകളുടെ ഘടന പഠിക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് മനുഷ്യരത് നേടിയെടുത്തിട്ടുള്ളത്, അതിനുള്ള മെത്തഡോളജികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹോർമോണുകൾ, എൻസൈമുകൾ, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പല സാധനങ്ങളും പ്രോട്ടീനുകളാണ്. അപ്പോൾ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ അറിയുക എന്നുള്ളത് എത്രത്തോളം പ്രധാനമാണ് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പ്രോട്ടീൻ ഘടന പഠിക്കാനായിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അത്ര എളുപ്പമല്ല. കാരണം ഒന്നാമത് ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമൈനോ ആസിഡ് എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ കൊണ്ടാണ്. അമൈനോ ആസിഡ് 20ഓളം അമൈനോ ആസിഡുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ 20 എണ്ണം കൊണ്ടാണ് ഈ ലക്ഷക്കണക്കിനുള്ള പ്രോട്ടീനുകളെല്ലാം. നമ്മളൊരു 26 അക്ഷരം കൊണ്ട് ഈ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള സകല വാക്കുകളും എന്ന് പറഞ്ഞതുപോലെ ഈ 20 അമൈനോ ആസിഡുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലും മറ്റു ശരീരങ്ങളിലും മറ്റു മാമൽസിൻ്റെ ശരീരത്തിലും എല്ലാമുള്ള പ്രോട്ടീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ അത് എന്താണ് പിന്നെ അതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ അമൈനോ ആസിഡുകൾ എന്തൊക്കെ അമൈനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതെങ്ങനെ കോർത്തിണക്കി എന്നുള്ളതും അതെങ്ങനെ ആ ശൃംഖലകൾ എങ്ങനെ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഒക്കെ പ്രധാനമാണ്. പക്ഷേ ഇതൊക്കെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ഇത് പഠിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഇതിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലതരത്തിലുള്ള ആദ്യത്തെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ അമൈനോ ആസിഡുകൾ, പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയും. ഒരു ശൃംഖല പോലെ അമൈനോ ആസിഡുകൾ കോർത്തിണക്കുന്നതിനെയാണ് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ അത് ചുരുണ്ട് കിടക്കുന്ന, അതാണ് ആൽഫ ഹിലിക്സ്, ബീറ്റ ഫോൾഡ് എന്നൊക്കെ പറയുന്നത്, ഷീറ്റ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഈ അമൈനോ ആസിഡിൻ്റെ സീക്വൻസുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലമാവുമ്പോൾ ഇതെല്ലാം കൂടെ ചുരുട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് മൂന്നും അറിഞ്ഞാലേ ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നമുക്ക് അതൊരു ത്രിമാനമായ രീതിയിൽ ഒരു ഫോൾഡിങ് ഉണ്ടതിന്. അത് പഠിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്നൊക്കെ പറയുന്ന സങ്കേതങ്ങളാണ്. എക്സ്റേ ഉപയോഗിച്ച് പ്രോട്ടീനുകളെ നോക്കുകയും അതിൻ്റെ പിക്ചർ എടുക്കുകയും അതിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കും എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. പലതരത്തിലുള്ള പിക്ചറുകൾ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് പ്രോട്ടീനുകളുടെ സ്ട്രക്ചർ ഇതിനകം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടത്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 ശാസ്ത്രജ്ഞന്മാർ, GN രാമചന്ദ്രൻ, ഗോപിനാഥ കർത്ത എന്ന് പറയുന്ന 2 പേരുകേട്ട ശാസ്ത്രജ്ഞന്മാർ 50കളിൽ തന്നെ ഈ രംഗത്ത് വളരെ പ്രാഗൽഭ്യം തെളിയിക്കുകയും അവരൊരുപാട്, പ്രത്യേകിച്ച് കൊലാജൻ പോലെയുള്ള പ്രോട്ടീനുകളുടെ സ്ട്രക്ചർ അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു. മാസങ്ങളോ ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 1-2 വർഷം തന്നെ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തോടു കൂടി ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു അൽഗോരിതം. ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം, ഈ ആദ്യമായിട്ട് മനുഷ്യൻ ചെസ്സ് കളിക്കുന്ന ഗാരി കാസ്പറോവിനെ പോലും തോൽപ്പിച്ച ചില പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഡീപ്പ് മൈൻഡ് ഉണ്ടായത്.
അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അൽഗോരിതമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതേ ടീം തന്നെ വികസിപ്പിച്ച AlphaFold എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സങ്കേതമാണ്, ഒരു അൽഗോരിതമാണ്. ആ അൽഗോരിതം ഈ പ്രോട്ടീൻ സ്ട്രക്ചർ ഊഹിക്കാനായിട്ട് ഉപയോഗിക്കാം എന്ന് നമ്മൾ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചു. അതായത് AlphaFold എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുവരെ നമുക്ക് ലഭ്യമായ എല്ലാ തരം പ്രോട്ടീനുകളുടെയും ഡാറ്റ ഉപയോഗിച്ച് അത് പഠിച്ചതിന് ശേഷം ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതായത് മേൽനോട്ടത്തോടെയുള്ള പഠനം എന്ന് മലയാളത്തിൽ പറയാം, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ അറിയാവുന്ന വിവരം ഉപയോഗിച്ച് നമുക്കറിയാത്ത കാര്യങ്ങൾ ഊഹിക്കുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്നുള്ളതാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു. ഇപ്പോൾ നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കാൻ അത് കുറേ സജഷൻസ് തരുമല്ലോ, അതൊക്കെ ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇനി എന്തായിരിക്കും എന്നുള്ളത് പ്രവചിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ സങ്കേതം വലിയ ത്രിമാനമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് AlphaFold എന്ന് പറയുന്ന അൽഗോരിതം ഇതുവരെയുള്ള പ്രോട്ടീനുകളുടെ ഘടന പഠിച്ചിട്ട് പുതിയ പ്രോട്ടീനുകളെക്കുറിച്ച് അവയുടെ അമിനോ ആസിഡ് സ്ട്രക്ചറും മറ്റും എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഒരു 90-95% വരെ അതിന് കഴിയുന്നുണ്ട്. ബാക്കിയുള്ളത് ശാസ്ത്രജ്ഞന്മാർ സ്വയം കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് മാസങ്ങളെടുക്കുന്ന ഒരു പ്രക്രിയ ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമായി ചുരുക്കാൻ, ഇപ്പോൾ അതിന് മണിക്കൂറുകളോ ആയി ചുരുക്കാനായിട്ട് അതിന് സാധിച്ചതുകൊണ്ടാണ് ഈ AlphaFold കണ്ടുപിടിച്ച ഡെമിസ് സാസിബിസ്, ജോൺ ജമ്പർ എന്ന ശാസ്ത്രജ്ഞന്മാർക്ക് 2024 നൊബേൽ പ്രൈസ് കൊടുത്തത്. ഇവർ രണ്ടുപേരും കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടവരല്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ്. അവർക്ക് കെമിസ്ട്രിയിൽ പ്രൈസ് കിട്ടിയെങ്കിൽ അവർ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളാണ്. ഇപ്പോൾ AlphaFold പൊതുമേഖലയിലാണ്, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറാണ് AlphaFold. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം.